ഞാനിപ്പം ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ കാനഡ അനുഭവങ്ങൾക്കാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വട്ടാണെന്ന് തോന്നും. പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ കാനഡ അനുഭവത്തോട് വളരെ നന്ദിയുള്ള ഒരാളാണ്. അതിൻ്റെ റീസൺസ് പറയാം. ഒന്നെന്ന് പറയുന്നത് ഞാനൊരു പക്ഷേ ഈ കാനഡയിൽ പോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു സംരംഭകത്വം എന്ന് പറയുന്നൊരു പാതയിലോട്ട് വരത്തില്ലായിരുന്നു. ഇപ്പോഴും മനോരമയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ ചെയ്യുന്ന പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളായിരുന്നു. ഒരിക്കലും ഒരു എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നു. ആ ഒരു ധൈര്യം തന്നത് എനിക്ക് കാനഡയിലെ എക്സ്പീരിയൻസ് തന്നെയാണ്. തിരിച്ചു വന്നിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക എന്നുള്ളൊരു ആ ഒരു ധൈര്യത്തിലോട്ട് എന്നെ എത്തിച്ചത് കാനഡ കാലം തന്നെയാണ്. പിന്നെ അതുപോലെ അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, എൻ്റെ ജീവിതാനുഭവങ്ങൾ അതെല്ലാം വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറക്കുകയാണ്. അതും ഇതുപോലെ തന്നെ എനിക്കൊരു റൈറ്റർ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടോ ഒഴിവാക്കി വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു അനുഭവങ്ങളുണ്ടല്ലോ, ഈ ഒരു അനുഭവങ്ങളാണ് എൻ്റെ പുസ്തക എഴുത്തിൻ്റെ ആ ഒരു ആം, എന്താ അതിനെ പൂർണ്ണതയിലോട്ട് എത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ലായിരുന്നു. എഴുതാനുള്ള ആഗ്രഹം അങ്ങനെ തന്നെ കിടന്ന് പൊടി പിടിച്ചു പോയേനെ. അപ്പോൾ പുസ്തകത്തിൻ്റെ എഴുത്തെല്ലാം കഴിഞ്ഞു. അതിൻ്റെ എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് ബുക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്കിൻ്റെ പേര് നിഴലിനപ്പുറം ഞാനുണ്ട്. അതാണ് പേര്. ബിയോണ്ട് ദ ഷാഡോസ് ഐ എക്സിസ്റ്റ്. അങ്ങനെയാണ് അതിൻ്റെ പേര്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെട്ടു. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ IELTS പാസ്സായി. അതുപോലെ തന്നെ കാനഡയിലുള്ള ലൈഫ്, അത് രണ്ടും എൻ്റെ ഇംഗ്ലീഷ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് GCC കൺട്രീസിലൊക്കെ ഉള്ള കുട്ടികൾ പഠിക്കാനുണ്ട്. സോഷ്യലൊക്കെ പഠിക്കാൻ വരും. അപ്പം അവർക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ എനിക്കിപ്പോൾ യാതൊരു മടിയില്ല. എനിക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതും എനിക്ക് ഈ കാനഡ കാലം തന്ന ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അതിന് ഞാൻ നന്ദി പറയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ നേരിടാനുള്ളൊരു കരുത്ത്, ഇത്രയും എനിക്കൊരു മൈൻഡ് പവറൊന്നും പണ്ടില്ലായിരുന്നു. എന്തെങ്കിലും കാര്യം ഇപ്പോൾ ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതായത് ജോലി എങ്ങാനും പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എങ്ങനെ സർവ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള തോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ വളരെ കൂളായിട്ട് നേരിടാനും അതിനെ ഓവർകം ചെയ്യാനും ഒക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് തന്നതും എനിക്ക് കാനഡ കാലമാണ്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഈ ഒരു കാനഡ ലൈഫിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ആ ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ പുതിയ ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് വായിച്ചിട്ട് അഭിപ്രായവും പറയണം. ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.